ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ ഏറെ പ്രിയപ്പെട്ട വാത്സല്യമുള്ള സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്കൊരിക്കൽ കൂടെ കൽപ്പറ്റയിലുള്ള PO ഫോൺ ധ്യാന കേന്ദ്രത്തിൽ കൈയിട്ട് ഈശോയുടെ സവിധത്തിൽ വെളുപ്പാങ്കാലത്ത് 3 മണി നേരത്ത് ഉണർവോടെ എഴുന്നേൽക്കാം. എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒത്തിരി മക്കൾ ഈ ശുശ്രൂഷയിലൂടെ അവിടെ കെട്ടുകൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ നിൻ്റെ ഉറക്കം നീ മാറ്റിവെച്ചുകൊണ്ട് ഈശോയുടെ സന്നിധിയിലേക്ക് നീ ഉണർന്നല്ലോ. ഇന്ന് ഈശോ പറയുന്നു, നിൻ്റെ ഒരു കെട്ട് ഞാൻ അഴിക്കും. നിന്നെ ഏറ്റവും അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഭാരം ഞാൻ ഏറ്റെടുക്കും എൻ്റെ കൈകളിലേക്ക് എന്ന് ഈശോ പറയുന്നു. നമുക്ക് ഈശോയ്ക്ക് സ്തുതിയല്ല, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒപ്പം നിൽക്കുന്ന മക്കൾക്ക് ഒരു സ്തുതി കൊടുത്താലോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കൾ, ഈ പുലർകാലത്ത് പൂർവ്വ ഈജിപ്തിലെ ഷാ എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ചാണ് എൻ്റെ ഓർമ്മയിൽ വരിക. ഷാ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മാസത്തിൽ 2-3 ദിവസം അദ്ദേഹം പെട്ടെന്ന് അപ്രത്യക്ഷനാകുകയാണ്. അദ്ദേഹത്തെ ആർക്കും കാണാൻ പറ്റില്ല. അദ്ദേഹം എവിടെയാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ല. എല്ലാവരുടെയും ഒരു ഉത്കണ്ഠയാണത്. അദ്ദേഹം ആ മാസത്തിലെ 3 ദിവസം എവിടെയാണ്? അങ്ങനെ പരതിക്കൊണ്ടിരുന്നു. ആർക്കും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് കുശാഗ്ര ബുദ്ധിക്കാരനായ ഒരു പടയാളി ആ യജ്ഞം ഏറ്റെടുത്തു. നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ രാജാവ് എവിടെയാണ് ഒളിച്ചിരിക്കുക? ആ ഒളിത്താവടം എവിടെയാണ്? അതിൻ്റെ ഉദ്ദേശം എന്താണ്? അവസാനം അയാൾ അത് കണ്ടെത്തുക തന്നെ ചെയ്തു. വിറങ്ങുമല്ല ഈ രാജാവ് പോകുന്നത്, വലിയൊരു ഗുഹയിലേക്കാണ് അദ്ദേഹം പോകുന്നത്. ഗുഹ നമുക്കറിയാം അല്ലേ? സൈലൻസ്, സോളിറ്റ്യൂഡ് ആൻഡ് സറണ്ടർ എന്നൊക്കെയാണ് ഗുഹയ്ക്കുള്ള നിർവചനങ്ങൾ അല്ലേ? കട്ട ഇരുട്ടത്ത് പോയിരിക്കുക ഈ രാജാവ്. പക്ഷെ പോയിരിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഈ പടയാളി ശ്രദ്ധിച്ചു. അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഒരു ഇടയൻ്റെ ഇടയുടുപ്പായിരുന്നു. ഒരു ഇടയ വടിയും കയ്യിലുണ്ടായിരുന്നു. ധരിക്കേണ്ടിയിരുന്നത് രാജകീയമായ പട്ടുവസ്ത്രങ്ങളോ അല്ലേ, കിരീടങ്ങളോ അല്ലേ, വലിയ ചെങ്കോലുകളോ ഒക്കെ ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഇടയുടുപ്പുണ്ടായിരുന്നു, ഒരു ഇടയ വടിയും ഉണ്ടായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ആ രഹസ്യം വെളിപ്പെടുത്തിയത്. ഇതെൻ്റെ ഓർമ്മയാണ്, ഓർമ്മ, ഞാൻ വന്നത് ഇവിടെ നിന്നാണ് എന്നുള്ള ഓർമ്മ. നമുക്കൊന്ന് ചിന്തിച്ച് നോക്ക്. നിറം പിടിപ്പിച്ച എന്തുമാത്രം ഓർമ്മകളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളത് അല്ലേ? 100 വയസ്സ് വരെ കാത്തിരുന്ന അബ്രഹാം, ദൈവം അവൻ്റെ കൂടിൽ നിന്ന്, നിരാശയുടെ കൂടിൽ നിന്ന് പുറത്ത് ചാടിച്ചിട്ട് ആകാശത്തിലേക്ക് നോക്കാൻ പറഞ്ഞിട്ട് നക്ഷത്രങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ കുഞ്ഞുങ്ങൾ ഇതുപോലെ എണ്ണിയാൽ ഒടുങ്ങാത്ത വിധം ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞ അബ്രഹാത്തിന് ദൈവത്തോടുള്ള ഓർമ്മ വിവരിക്കാൻ പറ്റുമോ? എല്ലാ മക്കൾക്കും ഇതുപോലെ നിറം പിടിച്ച ഓർമ്മകൾ ധാരാളമുണ്ട്. മരണത്തിൻ്റെ നൂൽപ്പാലത്തിൽ നിന്ന് തന്നെ വിടുവിച്ച മഗ്ദലന മറിയം അല്ലേ? കല്ലെറിഞ്ഞു കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ട മഗ്ദലന മറിയം, അവിടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈശോ അവൾക്ക് വിലങ്ങായി നിന്നപ്പോൾ ബാക്കിയുള്ള തൻ്റെ ജീവിതകാലത്ത് എപ്പോഴെങ്കിലും നിറം പിടിപ്പിച്ച ഈശോയെക്കുറിച്ചുള്ള ഓർമ്മ അവൾക്കത് മായ്ച്ചു കളയാൻ പറ്റുമായിരുന്നു ജീവിതത്തിൽ. നയിം പട്ടണത്തിൽ, വെറുതെ ഒന്ന് ഓർക്കുക, നയിം പട്ടണത്തിൽ വിധവയുടെ മകൻ മരണപ്പെട്ടു അല്ലേ? കുഴിമാടത്തിലേക്ക് എടുക്കപ്പെടേണ്ട ആ മകനെ ദൈവം പാതി വഴിയിൽ തടഞ്ഞുകൊണ്ട് ജീവനിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. ആ മകനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ശിഷ്ടകാലം, ജീവിതമത്രയും ജീവനിലേക്ക് തന്നെ പിടിച്ചുയർത്തിയ ഈശോയുടെ നിറം പിടിപ്പിച്ച ഓർമ്മകൾ മറക്കാൻ പറ്റുമോ? ജൈറസിൻ്റെ മകൾ അല്ലേ, അവളെയും ഈശോ മരണത്തിൽ നിന്ന്, ഉറക്കത്തിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കപ്പെട്ടവളാണ്. ആ കുട്ടിയുടെ ജീവിതം ശിഷ്ട ജീവിതത്തിലേക്കൊന്ന് വരിക. അവൾക്കിനി ഒരിക്കലെങ്കിലും തന്നെ ജീവനിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ ഈശോയെ, ഈശോയുടെ ഓർമ്മകളെ
മായ്ച്ചു കളയാനാവുമോ? അല്ലേ? നമുക്കെല്ലാവർക്കും ഉണ്ട് ഓർമ്മകൾ. ഓർമ്മയില്ലാത്തവരെക്കുറിച്ചും ബൈബിൾ പറയുന്നുണ്ട്. അത് സങ്കീർത്തനം 78 അധ്യായത്തിലാണ്. അവർ തങ്ങളുടെ പൂർവികരെ ദൈവം മരുഭൂമിയിൽ ഊട്ടിയത്, നടത്തിയത്, ദാഹജലം കൊടുത്ത് അനുഗ്രഹിച്ചത് മറന്നുപോയെന്നാണ് പറയാം. അവരെന്നിട്ട് ദൈവത്തോട് കലഹിച്ചു. തങ്ങളുടെ മാതാപിതാക്കൾ മരുഭൂമിയിൽ കരഞ്ഞപ്പോൾ അവർക്ക് കാടപ്പക്ഷിയെ കിട്ടി, അവർക്ക് മന്ന സ്വർഗത്തിൽ നിന്ന് അയച്ചു കൊടുത്തു, പാറയിലടിച്ചപ്പോൾ വെള്ളം ധാരധാരയായിട്ട് ഒഴുക്കിക്കൊടുത്തു. അതേ ദൈവം ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിശന്ന് കരയുമ്പോൾ, ദാഹിച്ച് വലയുമ്പോൾ ആകാശത്തു നിന്ന് മാംസം ഇറക്കിത്തരുമോ എന്നാ ചോദ്യം. അപ്പം അങ്ങനെ ചില മക്കൾ ഇന്നുണ്ട്, അല്ലേ? എത്ര തന്നെ ദൈവം അനുഗ്രഹിച്ചിട്ടും ഒരോർമ്മ പോലും സൂക്ഷിക്കാതെ ഇന്ന് ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവർ, ദൈവത്തിനെതിരെ നിൽക്കുന്നവർ. കായനെപ്പോലെ അവർ പറയുകയാണ്, ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനാകും, മറ്റു മനുഷ്യർ എന്നെ കണ്ടാൽ കാർക്കിച്ച് തുപ്പും, കല്ലെടുത്തെറിയുമെന്നൊക്കെയാണ് കായൻ പറയുന്നത്. അല്ല, ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്നിട്ടും ഓർക്കാതെ പോകുന്നത് വലിയ തെറ്റല്ലേ? അതുകൊണ്ട് സങ്കീർത്തകൻ 50-ാം അധ്യായം 22 ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തെ മറക്കുന്നവരെ ഓർമ്മയിലിരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ചീന്തിക്കളയും, നിന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരിക്കില്ല. വളരെ കഠിനതരമായൊരു ശിക്ഷയാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ്? ജനം, എൻ്റെ സൃഷ്ടികൾ എന്നെ മറന്നാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ലെന്നാണ് ദൈവം പറയുക. നമ്മുടെ കുടുംബജീവിതത്തിലായാലും സാമൂഹിക ജീവിതത്തിലായാലും ഒക്കെ നമ്മളെടുത്ത് നോക്ക്, എന്തുമാത്രം അല്ലേ നിറം പിടിച്ച ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിലില്ലേ? ദൈവം പലർ വഴിയായിട്ട് നമ്മളെ ഒന്ന് തൊട്ട നിമിഷം, നമുക്കായി ഒരു കൈ തന്ന നിമിഷം മറന്നു പോരുത്. ഒരു നിമിഷം നന്ദിയോടെ നിന്നെ ഇന്നും എനിക്കും നിനക്കും ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ ഒരു കരം, ഒരു സംരക്ഷണം ഉള്ളതുകൊണ്ടല്ലേ. ഹൃദയത്തിൽ നന്ദി പറഞ്ഞേ. ഒപ്പം ഒന്ന് ഓർത്തെടുത്തേ, ദൈവം നിന്നെ കൈപിടിച്ച നിമിഷങ്ങൾ, നിൻ്റെ വിശപ്പകറ്റിയ നിമിഷങ്ങൾ, നിൻ്റെ ദാഹം തീർത്ത നിമിഷങ്ങൾ, നിനക്കൊരു ജീവിതം തന്ന നിമിഷം, ഒരു ജീവിത പങ്കാളിയെ തന്ന നിമിഷം ഓർക്കണ്ടേ? അതൊക്കെ നിറം പിടിച്ച ഓർമ്മകളായിരിക്കണ്ടേ? ഡു എവ്രിതിങ് ഇൻ റിമെമ്പറൻസ് ഓഫ് മീ. യേശു പറയുന്നതാണ്, എൻ്റെ ഓർമ്മയ്ക്കായി അതൊക്കെ നീ ചെയ്യണം. പ്രിയമക്കളെ, നന്ദിയോടെ നിൽക്കാം. നമുക്ക് കൈയിട്ട് ഈശോയുടെ മുമ്പിലേക്ക് മുട്ടുകുത്താം, മുൾക്കിരീടമുള്ളെടുത്ത് അണിയാം, കൈകളൊന്ന് നീട്ടിപ്പിടിക്കാം. പുലർകാലത്ത് 3 മണി നേരമാണ്. ഈശോ എത്ര പേരുടെ കെട്ടുകളാണ് അഴിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാവൂ? ഇന്ന് നിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റെയും ഒരു കെട്ട് ഈശോ അഴിക്കും. നിൻ്റെ മക്കളുടെ ഒരു കെട്ട് ഈശോ അഴിക്കും. ഒരു തഴക്കദോഷം വിട്ടുപോയി ഇന്ന് രാവിലെ 3 മണിക്ക്. വിശ്വാസത്തോടെ നിന്നേ, ധൈര്യത്തോടെ നിന്നേ, ഏറ്റുചൊല്ലിക്കേ, ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് സാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ. ആമേൻ. നന്ദിയോടെ നിന്നേ, ഹൃദയത്തിലെ ഓർമ്മ നന്ദി പറഞ്ഞ് ഒപ്പം ഈശോയോട് പറയണം, ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച കൽപ്പറ്റയിലെ പുത്തൂർവയൽ PO ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വരും. നാളിതുവരെ ഞങ്ങളെ തൊട്ട അനുഭവങ്ങൾ ഓർമ്മയിൽ വെച്ചുകൊണ്ട് സാക്ഷ്യപ്പെടുത്തും. ഈശോയ്ക്കൊരു ഉപരി മഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞേ. നിന്നെ നിൻ്റെ കുടുംബത്തെയും കർത്താവും തൊടുന്നുണ്ട്. നിങ്ങളുടെ വഴികൾ PO തുറക്കപ്പെടുന്നുണ്ട്. വരുന്ന വ്യാഴാഴ്ച നിൻ്റെ ഒരു സാക്ഷ്യമുണ്ടാവും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. PO ധ്യാന കേന്ദ്രം എല്ലാ ദിവസവും പരിശുദ്ധ ദിവ്യകാരുണ്യ ആരാധനയുണ്ട്. എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കൗൺസിലിംഗ് ഉണ്ട്. ഞങ്ങൾ ഹോം മിഷൻ നടത്തുന്നു, ധ്യാനങ്ങൾ നടത്തുന്നു. മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച നൈറ്റ് വിജിലുണ്ട്. എല്ലാ മക്കളും ഇത് സദ്വാർത്തയായിട്ട് സ്വീകരിക്കണം. ഒരു 10 പേരിലേക്ക് നീ ഇത് ഷെയർ ചെയ്യണം. എത്രത്തോളം നീ ഷെയർ ചെയ്യുന്നോ അത്രത്തോളം അനുഗ്രഹത്താൽ നിന്നെ നിൻ്റെ കുടുംബത്തെ നിറയ്ക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചേർന്ന് നിന്നേ, കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മ ത്രിയേക ദൈവം
നിന്നെ, നിന്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും സകല സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ.